ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 16ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഒരു നല്ല വീഡിയോ ക്രിസ്റ്റി തിരിച്ചു പോകുമ്പോൾ നമുക്കവന് സർപ്രൈസായി നൽകണം. കിരണിൻ്റെ വാക്കുകൾ കേട്ട അനുപമ നിസ്സഹായയായി അവനെ ഒന്ന് നോക്കി. സർ, ഇത് ചെയ്യേണ്ടത് അവരറിയാതെയാണോ? അവൾ അവനോട് സംശയത്തോടെ ചോദിച്ചു. യെസ്, അവരറിയാതെ വേണം ചെയ്യാൻ. കാരണം അപ്പോഴേ നമുക്കവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റൂ. ഇതൊരു മെനക്കെട്ട പണിയാണെന്ന് അനുപമയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവരറിയാതെ അവരുടെ വീഡിയോ പകർത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പിടിക്കപ്പെടാനും ബുദ്ധിമുട്ടിലാവാനും സാധ്യതയുണ്ട്. പക്ഷേ അവൾ അവനോട് ഒന്നും മറുപടി പറഞ്ഞില്ല. പതിയെ തലകുലുക്കി അവൾ പുറത്തേക്ക് നടന്നു. ആദ്യ ദിവസത്തിൽ തന്നെ തനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ? നിൽക്ക്, നിന്റെ കയ്യിൽ ക്യാമറ ഉണ്ടോ? അവൻ്റെ ശബ്ദം പിന്നിൽ നിന്നും ഉയർന്നു കേട്ടു. അനുപമ തിരികെ ചെന്ന് കയ്യിലെ ക്യാമറ എടുത്ത് അവനെ കാണിച്ചു. അതൊരു വില കുറഞ്ഞ പഴയ ക്യാമറയായിരുന്നു. അവൻ അവൾക്കരികിലേക്ക് നടന്നു വന്നു. എന്നിട്ട് അവളുടെ കൈകളിൽ നിന്നും ആ വില കുറഞ്ഞ ക്യാമറ വാങ്ങി. ഇതാണോ തൻ്റെ ക്യാമറ? അവൻ അല്പമൊന്ന് കളിയാക്കിക്കൊണ്ടാണത് ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. കിരൺ ആ ക്യാമറ അവൻ്റെ ടേബിളിലേക്ക് വച്ചു. ശേഷം അവൻ്റെ ടേബിളിൻ്റെ വലിപ്പ് വലിച്ചു തുറന്ന് ഒരു പുതിയ ക്യാമറ സെറ്റ് പുറത്തെടുത്തു. ഇത് വച്ചോ, ഇതുകൊണ്ടെടുത്താലേ കാണാനൊരു ചന്തം കിട്ടത്തുള്ളൂ. അവൻ അവൾക്ക് നേരെ ആ ക്യാമറ നീട്ടിപ്പിടിച്ചു. അനുപമയുടെ കണ്ണുകൾ വിടർന്നു. വാവ്, അടിപൊളി! ഇതുപോലൊരെണ്ണം തനിക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവൾ അത് വാങ്ങി തിരിച്ചും മറിച്ചു നോക്കി. കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ വായാടി പെണ്ണിനെ കിരൺ നോക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ വിരിയുന്ന കൗതുകവും സന്തോഷവും ശ്രദ്ധയോടെ കാണുകയായിരുന്നു കിരൺ. അവനൊരു കൊച്ചു കുഞ്ഞിനെ കാണും പോലെ വാത്സല്യത്തോടെ അവൾ നോക്കി നിന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അവൾ അത് തുറന്ന് സെറ്റ് ചെയ്ത് മുഖത്തിന് നേരെ പിടിച്ച് ഫോക്കസ് ചെയ്തു. ആ റൂമിലെ പല സാധനങ്ങളിലേക്കും അവൾ ക്യാമറയെ കൊണ്ടുപോയി. എന്നാൽ ഒന്നിലും അവൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളുടെ ഫ്രെയിമിൽ കിരണിൻ്റെ മുഖം വന്നു നിന്നു. അവൾ ഏറെ ശ്രദ്ധയോടെ അവൻ്റെ മുഖം ആ ക്യാമറയിൽ പകർത്തിയെടുത്തു. സർ, നോക്കൂ, എൻ്റെ ആദ്യ ഫോട്ടോ. സാറിനിത് ഇഷ്ടമായോ? അവൾ ആ ഫോട്ടോ കാണിക്കാനായി അവൻ അരികിലേക്ക് നീങ്ങി നിന്നു. അവൻ തെല്ലൊരത്ഭുതത്തോടെ അവളുടെ ക്യാമറയിലേക്കും അവളുടെ കുസൃതി നിറഞ്ഞ മുഖത്തേക്കും മാറി മാറി നോക്കി. തന്നോട് ചേർന്ന് നിൽക്കുന്ന കിരൺ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് പെട്ടെന്നാണ് അനുപമയ്ക്ക് മനസ്സിലായത്. അവൾ തെല്ലൊരു ചമ്മലോടെ അവൻ അരികിൽ നിന്നും അല്പം ദൂരേക്ക് മാറി നിന്നു. ഓക്കെ സാർ, ഞാൻ എൻ്റെ വർക്കിലേക്ക് കടക്കട്ടെ. അത്രയും പറഞ്ഞ് അനുപമ അവിടെ നിന്നും പതിയെ പുറത്തേക്ക് നടന്നു. റിസോർട്ടിന് മുൻപിലായി അവൾ ക്രിസ്റ്റഫർ വരുന്ന വാഹനവും കാത്തിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഏറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ക്രിസ്റ്റിയുടെ ആഡംബര വാഹനം റിസോർട്ടിൻ്റെ മുറ്റത്തേക്ക് കയറി വന്നു. വരുന്ന ഓരോ വണ്ടികളുടെയും വീഡിയോ അനുപമ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. കാറ് വന്ന് നിർത്തിയതും ക്രിസ്റ്റഫറും അയാളുടെ ഭാര്യ അലീനയും 2 മക്കളും കൂടി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അനുപമ ഏറെ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇത് തന്നെയാണ് കിരൺ തനിക്ക് ഫോട്ടോയിൽ കാണിച്ചു തന്ന ക്രിസ്റ്റഫർ എന്ന് അവൾ ഉറപ്പിച്ചു. അവർ എല്ലാവരും കൂടി റിസോർട്ടിനകത്തേക്ക് കയറിപ്പോയി. അനുപമ വളരെ വൃത്തിയായി തന്നെ ഓരോ ഫൂട്ടേജും ക്യാമറയിലേക്ക് ഒപ്പിയെടുത്തു. രാഹുൽ നീലിമയെ വിളിച്ചപ്പോഴാണ് അനുപമ പുതിയ വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി റിസോർട്ടിലേക്ക് പോയ വിവരം അറിഞ്ഞത്. അവൻ അനുവിനെ കാണാനായി അവിടേക്ക് പുറപ്പെട്ടു. രാഹുൽ റിസോർട്ടിലെത്തിയപ്പോഴേക്കും അനുപമ ലഞ്ച് കഴിക്കാനായി റിസോർട്ടിനകത്ത് തന്നെയുള്ള ഹോട്ടലിലേക്ക് കയറിയിരുന്നു. രാഹുലും ഹോട്ടലിൽ അനുവിനെ കണ്ട് അവിടേക്ക് കയറി ചെന്നു. ഹായ് രാഹുൽ. അവനെ കണ്ടതും അനുപമ ചാടി എഴുന്നേറ്റു. സോറി രാഹുൽ, നീ എന്നോട് ക്ഷമിക്കണം. അവൾ ആദ്യം തന്നെ അവനോട് ക്ഷമ ചോദിച്ചു. അനു, നീ ഇരിക്കി. ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നീ നമ്മുടെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ മുതൽ വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ് എനിക്ക്. നീ അത് മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ക്യാമറ പൊട്ടിയ വിവരമൊക്കെ എന്നോട് നീലിമ പറഞ്ഞിരുന്നു. താൻ അതൊന്നോർത്ത് അത്ര ടെൻഷൻ ആവണ്ട. കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഷോക്കായി പോയിരുന്നു. നിനക്കും അറിയാവുന്നതല്ലേ, ഞാനത് എത്ര ആഗ്രഹിച്ചാണ് വാങ്ങിയത്. പക്ഷേ ആ ക്യാമറ എനിക്ക് നിന്നേക്കാൾ വലുതല്ല. അത് നീ മനസ്സിലാക്കിയില്ലല്ലോ. രാഹുലിൻ്റെ മുഖത്തെ സങ്കടം അനുപമ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ശബ്ദത്തിൻ്റെ ഇടർച്ച കണ്ട അനുപമ ഒരു മാത്ര ഒന്നും മനസ്സിലാവാതെ തരിച്ചിരുന്നു പോയി. ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടനെ വരാം.